ഒരു ബ്ലാക്ക് ഹോളിന്റെ സമീപം ചെലവഴിക്കുന്ന മണിക്കൂർ എന്ന് പറയുന്നത് ഭൂമിയിലെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് തുല്യമാണ്. ഈ ഒരു പ്രതിഭാസം ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തത്തിന്റെ ഒരു പ്രവചനമാണ്. ഇതിനെ നമുക്ക് ടൈം ഡയലേഷൻ എന്ന് വിളിക്കാം. അതായത് ഗുരുത്വാകർഷണത്തിന്റെ ബലം കൂടുമ്പോൾ സമയത്തിന്റെ സഞ്ചാരം വളരെ സാവധാനത്തിലാകുന്നു. ഗുരുത്വാകർഷണത്തിന്റെ തീവ്രത കൂടുമ്പോൾ സമയം വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുമെന്നാണ് ഈ ഒരു സിദ്ധാന്തം പ്രവചിക്കുന്നത്. തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ ഗുരുത്വാകർഷണ ബലമുള്ള വസ്തുക്കളായതിനാൽ അവിടെ സമയത്തിന്റെ സഞ്ചാരം വളരെ പതുക്കെയാകും. അതായത് ഒരു ചെറിയ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ബഹിരാകാശ യാത്രികൻ തമോഗർത്തത്തിന്റെ ഇവന്റ് ഹൊറിസോണിന് വളരെ അടുത്തായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം ഭൂമിയിലെ ഒരാളുടെ സമയത്തെ അപേക്ഷിച്ച് വളരെ സാവധാനത്തിലായിരിക്കും പോവുക. തമോഗർത്തത്തിന്റെ അടുത്ത് ഗുരുത്വാകർഷണം സ്പേസ് ടൈമിനെ വളച്ചൊടിക്കുന്നു. ഈ ഒരു വളച്ചൊടിക്കൽ കാരണം ബഹിരാകാശ യാത്രികന്റെ സമയം ഭൂമിയിലെ ആളുടെ സമയത്തേക്കാൾ വളരെ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ബഹിരാകാശ യാത്രികൻ തൻ്റെ കയ്യിലുള്ള വാച്ചിൽ 1 മിനിറ്റ് മാത്രമാണ് കാണുന്നതെങ്കിൽ ഭൂമിയിലെ വാച്ചിൽ അതേസമയം ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ സമയം കടന്നു പോയിട്ടുണ്ടാകും. ഇത് ഒരു ഫിക്ഷനോ സങ്കല്പമോ യാതൊന്നുമല്ല, മറിച്ച് ആപേക്ഷികതാ സിദ്ധാന്തം തെളിയിച്ചിട്ടുള്ള ഒരു വസ്തുത മാത്രമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ പോലും ഇതിൻ്റെ ഒരു ചെറിയ രൂപം സംഭവിക്കുന്നുണ്ട്. വളരെ ഉയരത്തിലുള്ള പർവ്വതത്തിൽ നിൽക്കുന്ന ഒരാളുടെ സമയം താഴ്വരയിലുള്ള ആളുകളുടെ സമയത്തേക്കാൾ കുറച്ച് വേഗത്തിൽ കടന്നു പോകുന്നു. അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും കുറച്ച് അകലെയായതിനാൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ കുറവ് അവിടെ അനുഭവപ്പെടുന്നു. നമ്മുടെ GPS സാറ്റലൈറ്റുകളിലും ഈ ടൈം ഡയലേഷൻ എന്നുള്ളത് അനുഭവപ്പെടുന്നുണ്ട്. അവ ഭൂമിയിൽ നിന്ന് വളരെ അകലെ ആയതുകൊണ്ട് തന്നെ അവയിലെ ക്ലോക്കുകൾ ഭൂമിയിലെ ക്ലോക്കുകളേക്കാൾ അല്പം വേഗത്തിൽ പ്രവർത്തിക്കുന്നു. ഈ ഒരു വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ടാണ് GPS പ്രവർത്തിക്കുന്നത്. ഹോളിവുഡ് സിനിമയായിട്ടുള്ള ഇന്റർസ്റ്റെല്ലാർ ഈ ഒരു പ്രതിഭാസത്തെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു തമോഗർത്തത്തിനടുത്തുള്ള ഗ്രഹത്തിൽ ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ ഭൂമിയിൽ പതിറ്റാണ്ടുകൾ കടന്നു പോകുന്നത് ഇതിന് ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഒരു തമോഗർത്തത്തിനടുത്ത് 1 മണിക്കൂർ എന്ന് പറയുന്നത് ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്നു. ഈ ഒരു വസ്തുത സൈദ്ധാന്തികമായിട്ട് മാത്രമല്ല, ശാസ്ത്രീയമായിട്ടും വളരെ സാധ്യതയുള്ളതാണ്. 2 തരത്തിലുള്ള ടൈം ഡയലേഷനാണുള്ളത്. ഒന്ന് വെലോസിറ്റി ടൈം ഡയലേഷനും മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷനും. ISS-ൽ, അതായത് നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ സ്റ്റേഷനിൽ ഈ 2 ടൈം ഡയലേഷനും ബാധകമാണ്. ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ശക്തി 400 കിലോമീറ്റർ അകലെയുള്ള ISS ഉള്ള സ്ഥലത്തേക്കാൾ ലേശം കുറവാണ്. കൂടുതൽ ഗ്രാവിറ്റി കാരണം ഉപരിതലത്തിലുള്ള ആളുകളുടെ സമയം ആണ് മെല്ലെ നീങ്ങുന്നത്. ISS-ൽ റിലേറ്റീവ്ലി കൂടുതലായിരിക്കും. ഭൂമിയിലുള്ളവരെ സംബന്ധിച്ച് ഇത് ടൈം ഡയലേഷൻ വിപരീതമായിരിക്കും. വെലോസിറ്റി ടൈം ഡയലേഷൻ. ISS എന്ന് പറയുന്നത് വളരെ ഉയർന്ന വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 28,000 കിലോമീറ്റർ പെർ അവർ. ഇത് ഭൂമിയോടൊപ്പം കറങ്ങുന്ന ഉപരിതലത്തിലുള്ള ആളുകളുടെ വെലോസിറ്റിയേക്കാൾ വളരെ കൂടുതലാണ്. ഈ വെലോസിറ്റി കാരണം ISS-ൽ ഉള്ളവരുടെ സമയം വേഗത കുറഞ്ഞാണ് നീങ്ങുന്നത്. വലിയ അളവിലുള്ള വെർട്ടിക്കൽ ടൈം ഡയലേഷനിൽ നിന്നും ചെറിയ അളവിലുള്ള ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ കുറച്ചു കഴിഞ്ഞാൽ ഒരു നെറ്റ് ടൈം ഡയലേഷൻ കിട്ടുന്നു. ഇതാണ് ബഹിരാകാശ സഞ്ചാരികളെ ബാധിക്കുന്നത്. ISS-ലായാലും ഇവന്റ് ഹൊറിസോണിലായാലും അവിടെയുള്ള ആളുകൾക്ക് ടൈം ഡയലേഷൻ അറിയാൻ സാധ്യത കുറവാണ്. അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് എല്ലാം അവിടെയുള്ള സമയത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രദേശത്ത് നിന്നിട്ട് വീക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ഭൂമിയിലെ 1 മിനിറ്റ് ഇവന്റ് ഹൊറിസോണിലുള്ള ഒരു വർഷമാണെന്ന് കരുതുക. അവിടെ ഒരു മനുഷ്യനുമുണ്ട്. ഭൂമിയിലുള്ള മനുഷ്യന് 1 മിനിറ്റിൽ 72 ഹാർട്ട് ബീറ്റ് ആണെന്ന് വെക്കുക. ഇവന്റ് ഹൊറിസോണിലുള്ള ഒരാൾക്ക് അവിടുത്തെ ടൈം അനുസരിച്ച് 72 ഹാർട്ട് ബീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടെയുള്ള 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഭൂമിയിൽ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഇവന്റ് ഹൊറിസോണിലുള്ള ഒരു മനുഷ്യന് 1 വർഷം കൊണ്ടാകും 72 ഹാർട്ട് ബീറ്റ് പൂർത്തിയാകുക എന്ന് നമുക്ക് തോന്നും.